ഇതൊരു പണി കിട്ടി. കൂളറിൻ്റെ പൈപ്പ് ചെറിയ ലീക്ക്, അതിൽ കൂളൻ്റ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് വർക്ക്ഷോപ്പ് കാണിച്ചു. അപ്പോൾ അവരിതിൻ്റെ പൈപ്പ് ഒരു സ്ഥലത്ത്, ഇവിടെ അടുത്തൊരു സ്ഥലത്ത് രാമ്പൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി പൈപ്പ് മേടിച്ചിട്ട് വരണം. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഷെയർ ഔട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ടില്ല. പൈപ്പ് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ ദൂരമുള്ള സ്ഥലമുണ്ട്, അവിടെ നിന്ന് പൈപ്പ് വരുത്തേണ്ടി വരും. തമ്പരാന്നറിയാം, പണി പാടിയ A ക്ലാസ് ആയിട്ട് പാടും. അങ്ങനെ ഞങ്ങൾ ശ്രീനഗറിലേക്ക് ഇനി ഒരു 80 കിലോമീറ്റർ കൂടെ ബാക്കിയുണ്ട്. സോ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് ലേറ്റായി. കാരണം ആ കൂളറിൻ്റെ പൈപ്പ് ലീക്ക് ആയതുകൊണ്ട് കുറേ സമയം അവിടെ പോയി കിട്ടി. എന്നിട്ടും ശരിയായിട്ടില്ല. ഇനിയിപ്പം ശ്രീനഗറിലുള്ള മഹേന്ദ്രൻ്റെ ഷോറൂമിൽ പോയിട്ട് വേണം. കാരണം ആ സാധനം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പുറമേ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് വേണം സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഇതൊക്കെ വെച്ച് പശയൊക്കെ വെച്ച് ഒട്ടിച്ച് അതിൽ റബ്ബറിൻ്റെ ടാപ്പൊക്കെ ചുറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം നല്ല സഹകരണമായിരുന്നു, ഭയങ്കര സഹായമാണ്. ഞാൻ ഓട്ടോ വിളിച്ച് പോയ ചേട്ടനായാലും ശരി, വർക്ക്ഷോപ്പിലെ ആളായാലും ശരി, എല്ലാവരും നന്നായിട്ട് സഹായിച്ചു. ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. പിന്നെ ട്രാവലിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നീ തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സമയം. പിന്നെ എന്താ പറയുക, പുള്ളിക്ക് ഇങ്ങനത്തെ ടെറൈനിലേക്ക് കൂടെ വണ്ടി ഓടിക്കാൻ നമ്മൾ വന്ന ടെറൈൻ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ പൊന്നും ഒരു രക്ഷയില്ലാത്ത ടെറൈൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് പുറമേലും ഒരു കാഴ്ചകളും കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എത്ര സുന്ദരമായ കാഴ്ചകൾ പുറത്തുണ്ട്, ഒന്നും കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ തിരിച്ചാൽ വണ്ടി ചിലപ്പോൾ താഴെ പോകും. അത് എത്രയോ താഴ്ചയിലൊക്കെ പോകാനും പോകുന്നു. ഒന്നും അതിരിക്കും. ചില സ്ഥലത്തൊന്നും ക്രാഷ് പേര് ഇല്ലേ ഇല്ല. നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ശ്രീനഗർ എത്തി. ഇനിയിപ്പം ദാൽ ലേക്കിനടുത്ത് റൂം എടുക്കണം. അവിടെ നൈറ്റ് അവിടെ സ്റ്റേ ആണ്. അങ്ങനെ റൂം കിട്ടി. ദാൽ ലേക്കിനടുത്ത് ഹോസ്റ്റലിലാണ്. സോ ഇവിടെ കിടന്ന് രാവിലെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോകണം. ദാൽ ലേക്ക് ഒന്ന് കാണാം. പിന്നെ ചെറുതായിട്ട് ഇവിടെ ശ്രീനഗറിലൊരു കറക്കം. അത് കഴിഞ്ഞ് നേരമില്ല. മിക്കവാറും ലേയിൽ നാളെ എത്തില്ല. ലേക്ക് മുന്നേ ഒരു സ്ഥലമുണ്ട് 100 കിലോമീറ്റർ മുന്നേ, അവിടെ സ്റ്റേ അടിക്കും. എന്നിട്ട് മറ്റന്നാൾ രാവിലെ ലേയിലേക്ക് പോകാനാണ് പ്ലാൻ.